ന്യൂ ഇയർ ആയിട്ട് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു ന്യൂ ഇയർ തുടങ്ങല്ലേ, അപ്പം എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ആലപ്പുഴയിലെ ബീച്ച് കാർണിവലിനെ കുറിച്ച് ആലോചിച്ചത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ അങ്ങോട്ടേക്ക് വിട്ടു. എൻ്റെ കൂടെ ഇതാ കുഞ്ചുവും അമ്മയും അമ്മുവും ഉണ്ട് കേട്ടോ. അമ്മുത ഞങ്ങളുടെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഇതാണിത്, പാരാഗ്ലൈഡിങ്. കാര്യം ഞങ്ങൾക്കതിലൊന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അതിൻ്റെ റേറ്റ് ആലോചിക്കുമ്പോൾ ഇങ്ങോട്ട് പോരും. അപ്പം അമ്മേനെ ടിക്കറ്റ് എടുക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചു. ഞങ്ങൾ ആ ഗ്യാപ്പിൽ നോക്കായിരുന്നു. ഇതിന്റെ നൈറ്റ് വേർഷൻ ആട്ടോ കുറച്ചും കൂടെ ഭംഗി. കുറച്ച് കഴിയുമ്പോൾ അതും കൂടെ കാണിക്കാം. ഇതിന്റെ അകത്തെ ആദ്യത്തെ സ്പോട്ടൊക്കെ തന്നെ ഇവന്മാരൊക്കെ തന്നെയാണ്. ഫസ്റ്റ് കണ്ടപ്പോൾ ഇതിനൊന്നും ജീവനില്ലെന്നാ കരുതി. പിന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ആനങ്ങളുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ഒരുത്തനോടിരുന്ന് പറക്കണു. പിന്നെ ഈ ആശാനെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഈ കൊലത്തിലല്ല, വേറെ കൊലത്തിൽ. ഇവനാണ് യെല്ലോ ആനക്കൊണ്ട. അങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ. ഇതിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ട്നെസ്സില്ലേ കാണാനായിട്ട്. ഇതാണ് ബംഗാൾ ക്യാറ്റ്. ആശാൻ നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ വന്നപ്പോൾ. ഇതിനാണെങ്കിൽ എല്ലാവരും കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളെയൊക്കെ കണ്ടിട്ട്. ഇത് വേറൊരുത്തൻ, അവൻ ഇരുന്നിട്ടാണ് ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത വിധം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കായിരുന്നു. ഈ കക്ഷിയെ കണ്ടിട്ട് ആൾ ഇച്ചിരി ഡേഞ്ചറസ് എന്ന് തോന്നുന്നു, അറിയാമില്ല. ഇതിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ, ഈ കോമ്പിനേഷനൊക്കെ. വേറൊരാളാണെങ്കിലും എവിടെ ഇരുന്ന് നല്ല അന്തസ്സായിട്ട് കുളിസി നടത്തിക്കൊണ്ടിരിക്കുക. ഈ നെയിമിലൊക്കെ പാമ്പുകൾ ഉണ്ടെന്നൊക്കെ ഇപ്പോഴാട്ടോ അറിയണേ. ഞാൻ ഇത്രയും നേരം ചത്തേന്ന മട്ടിലിരിക്കുകയായിരുന്നു, എന്നിട്ട് പെട്ടെന്ന് എണീറ്റു. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് അവതാർ വേൾഡിലേക്കാണ്. ഇതിപ്പോൾ എല്ലായിടത്തും ഫേമസ് ആണ്, എന്നാലും ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക തരം ഫീൽ ഇല്ലേ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. അവിടെ ചിറകെട്ട് അടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിന് മാത്രം ആരും മൈൻഡ് ചെയ്യണില്ല. അത്ര നേരം എങ്ങനെ നിൽക്കണമെന്നറിയാമോ? അവ മാത്രമല്ല എല്ലാവരും. പക്ഷേ എന്നോടൊന്നൊരു സോഫ്റ്റ് കോർണർ. പണ്ടേ ജുറാസിക് പാർക്കൊക്കെ കണ്ടതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കും ഇവനോടുള്ള ഒരു ഇത്. അവതാർ വേൾഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേ കാണുന്ന ഈ ഒരു ആൾക്കൂട്ടമാണ്. 360 ഡിഗ്രി ഡോമിലേക്ക് കയറാനുള്ളതാ. ആദ്യം കണ്ടപ്പോൾ വലിയ പഞ്ചൊന്നും തോന്നിയില്ല, പിന്നെയാണ് അതിൻ്റെ എഫക്റ്റുകൾ വന്നത്. ആ എഫക്റ്റ് എന്തായിരുന്നു എന്നുള്ളത് കേൾപ്പിക്കാം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ തട്ടിയിട്ട് നേരെ റോബോട്ടിനെ കണ്ടു. ഒരു ഹായ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ നേരെ അടുത്ത സെക്ഷനിലേക്ക് കടന്നു. ഇവിടെയാണെങ്കിൽ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മേൻ്റെ കണ്ണു പോയത് ഇവിടെ ഒന്നും ആയിരുന്നില്ല, ഇങ്ങോട്ടേക്കാണ്. ഈ വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ട് മുളയ്ക്കോ ഇല്ലയോ എന്നൊന്നും ഒറ്റ ഉറപ്പുമില്ല, പക്ഷെ എന്നാലും വാങ്ങിക്കും. അങ്ങനെ എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എല്ലാവരും മാനത്തേക്ക് നോക്കി നിൽക്കുന്നു. എന്താ സംഭവം എന്ന് എനിക്ക് ആദ്യമേ ക്ലിക്കില്ല. പിന്നെ നോക്കിയപ്പോഴാണ് സ്കൈ ഡൈനിങ്. ഇനിയുണ്ട് കുറേ വിശേഷങ്ങൾ, അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം.